Hello, good afternoon. Satish, Aparna, Ashwini, good afternoon. Good afternoon, ma'am. Good afternoon. I think in the last class there were only two people, Satish and Aparna, right? In the last class, there were only two people, Pratish and Aparna. And Ashwini joined just now, isn't it? ഞാനായിരുന്നു മാം ഇല്ലാതിരുന്നത്. ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നില്ല. പറഞ്ഞില്ലാതിരുന്നേ. Ashwini and Pratish were in the class. And Aparna last class English class ലാണോ? Yeah. The previous class. കഴിഞ്ഞ ടീച്ചറുടെ മുന്നത്തെ ക്ലാസ്സിൽ Not in my class. എന്റെ ക്ലാസ്സിലത്തെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഈ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലത്തെ കാര്യമാണ് ചോദിച്ചത്. As you were learning English in the just previous class or a few minutes ago, I think that Pratish and Aparna were present in the class, isn't it? Yes, ma'am. എന്താ പഠിച്ചത് ഇംഗ്ലീഷില്? ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ ചോദിച്ചതുള്ളൂ. നിങ്ങൾ എന്തോ പഠിച്ചറിയാൻ വേണ്ടിട്ട്. അശ്വിനിയാണ് ഇപ്പൊ കയറിയത്. Is it right? അല്ലെ? അശ്വിനി എവിടെ പോയി? മാം ഞാൻ വീട്ടിലില്ല ഇപ്പൊ. വീട്ടിലില്ലായിരുന്നു. ഇല്ല. പരമാവധി നിങ്ങൾ ക്ലാസ്സുകൾ മിസ്സാകാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ ക്ലാസ്സുകൾ I think before completing your hospital administration course, you will be able to speak English fluently. Am I right, Pratish? I guess so. I heard your English. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ ഇവിടെ കുറച്ച് കേട്ടു. നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സംസാരിക്കും അല്ലെ? നമ്മളിവിടെ ഒന്നും ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് we are not giving you some time for sharing something with us. ഞങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സമയം തരാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒന്നും മിണ്ടാത്തോടെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇപ്പൊ തോന്നിയത്, കാരണം എന്റെ ക്ലാസ് ആകുന്നതിന് കുറച്ച് ഫ്യൂ മിനിറ്റ്സ് മുമ്പ് ഞാൻ ഇവിടെ കയറിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോ കുറച്ച് ആൾക്കാർ രണ്ടുപേരുണ്ടല്ലോ, അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടി കേട്ടപ്പോ ഞാൻ കയറിയതാണ്. അപ്പൊ കണ്ടതാണ്. നിങ്ങൾ സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അപർണ ഓൾസോ അല്ലെ? നമ്മള് ഇംഗ്ലീഷൊക്കെ നമുക്ക് സംസാരിക്കാനായിട്ട് ഓൺലി ബൈ യൂസിങ് ലാംഗ്വേജ് വി ക്യാൻ ലേൺ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് നമുക്ക് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ സ്പോക്കൺ ഇംഗ്ലീഷ് കോച്ചിങ് ക്ലാസ്, ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് വെരി ഗുഡ്. അത് അത്ര നല്ലതാണെന്ന് തോന്നല്ല. കുറച്ച് മുറി ഇംഗ്ലീഷ് ഒക്കെ വെച്ചിട്ടാണെങ്കിലും വി ക്യാൻ റീഡ്, റൈറ്റ് ആൻഡ് സേ സംതിങ് ഇൻ ഇംഗ്ലീഷ്. ഏത് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ നമ്മള് മലയാളമൊക്കെ നമ്മള് ഏതെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം ക്ലാസ്സിൽ പോയിട്ട് പഠിച്ചതല്ലല്ലോ. നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മുടെ ലാംഗ്വേജ് ആണ് മലയാളം. എഴുതാനും വായിക്കാനും ഒക്കെ കേൾക്കാനും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അത് വേഗം ഫ്ലുവന്റ് ആയിട്ട് പറയുന്നത് അല്ലെ? അതുപോലെ ഫ്ലുവന്റ് ആകണമെങ്കിൽ ഈ ഒരു ലാംഗ്വേജ്, ഏതൊക്കെ ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നമ്മൾ ചെയ്താൽ മതി. നമുക്ക് ഒട്ടും കൈകാര്യം ചെയ്യാൻ അറിയില്ലാത്ത ലാംഗ്വേജ്, ദാറ്റ് മീൻസ് അതിന്റെ ലെറ്റേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്ത ലാംഗ്വേജ് ആണെങ്കിൽ വി ഹാവ് ടു ഗോ സംവെയർ ഫോർ സ്റ്റഡിങ് ഇറ്റ്. അത് പഠിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എഴുതാനും വായിക്കാനൊക്കെ അറ്റ്ലീസ്റ്റ് അത് പറ്റുമെങ്കിൽ. ഹിന്ദിയൊക്കെ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് നമ്മളത് ഹിന്ദി ലെറ്റേഴ്സ് ഒക്കെ കൂട്ടിച്ചേർത്ത് വേർഡ്സ് ഒക്കെ പഠിച്ച് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ഞാനൊന്ന് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങള് how you are learning your English language, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സിൽ ആ ഒരു സംഭവം കൂടി ചേർത്തത്. ആക്ച്വലി അങ്ങനെ ഒരു സംഭവം വേണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ആ ഒരു സ്കിൽ കൂടി നിങ്ങളുടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കണേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. ആൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ we were studying about medical insurance അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് അല്ലേ പഠിച്ചുകൊണ്ടിരുന്നേ? മെഡിക്കൽ ഇൻഷുറൻസ്, അതെ, മെഡിക്കൽ ഇൻഷുറൻസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് ഒരു മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് എന്താ പറയാ, അതിന് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ്: ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി, ക്ലെയിം, പ്രീമിയം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം,
എക്സ്ക്ലൂഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഇമ്പോർട്ടന്റ് ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ അത് ഏതൊക്കെയാണെന്ന് ഒരു 6 എണ്ണത്തിനെ നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ അതിനെ പരിചയപ്പെട്ടു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ അങ്ങനെ ഒരു 6 ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ഇന്ത്യ, നമ്മുടെ കൺട്രിയിൽ. പിന്നെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ്, ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് കൊണ്ടുള്ള ബെനിഫിറ്റ്, അഡ്വാൻറ്റേജസ്, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എക്സ്പെൻസസ് വിച്ച് ആർ കവേർഡ് അണ്ടർ ഹെൽത്ത് ഇൻഷുറൻസ്, സാധാരണഗതിയിൽ ഓർഡിനറി കേസിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യപ്പെടുന്ന എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്, then ambulance services അല്ലെങ്കിൽ ambulance charges, പിന്നെ ഡേ കെയർ ട്രീറ്റ്മെന്റ് വിതിൻ, അതായത് നോട്ട് ലെസ് ദാൻ 24 hours നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത്. പിന്നെ ഡേ ടു ഡേ ഹോസ്പിറ്റൽ ക്യാഷ്, അതായത് ഡേ ടു ഡേ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഇഫ് യു ആർ മീറ്റിംഗ് ദ ഇൻഷുറൻസ് കമ്പനി വിൽ ബി പ്രൊവൈഡഡ് ബൈ ദാറ്റ് എമൗണ്ട് ഇൻ ലംസം, ഒരു ലംസം എമൗണ്ട് ആയിട്ട് ആ ഓരോ ദിവസത്തിലും ഉണ്ടാകുന്ന പേയ്മെന്റുകൾ നമ്മൾ അതിന്റെയൊക്കെ പ്രൂഫ്, ദാറ്റ് മീൻസ് ദ ഡോക്യുമെന്റ്സ് വിച്ച് ആർ അണ്ടർ ദാറ്റ് എക്സ്പെൻസ്, ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന പ്രൂഫായിട്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ, ഡോക്യുമെന്റുകൾ, ബില്ലുകളായിട്ടോ അങ്ങനെയൊക്കെ, അതൊക്കെ നമ്മൾ എടുത്തു വെച്ചിരുന്നാൽ ലംസം എമൗണ്ട് വിൽ ബി provided by the insurance company by for meeting the day-to-day hospital expenses. അപ്പൊ day-to-day hospital expense meet ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്ര എമൗണ്ടുകളും കവറേജിനകത്ത് വരുന്നതാണ്. Then the income benefit, that means in the absence of or in the absence of the patient, അതായത് പേഷ്യന്റ് ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ഒരു പേഷ്യന്റ്, if they are not able to go for any work and their family income go below, അല്ലെ, അവർക്ക് ഒരു ഫാമിലിയിലെ ഒരു ചിലപ്പോ എന്താ പറയാ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ആൻഡ് ദർ ഫാമിലി ഇൻകം അവർക്ക് ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ, അത്തരം കേസസിൽ ഇൻ ദ അബ്സെൻസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, ആ ഇൻകം ഏൺ ചെയ്യുന്ന വ്യക്തിയുടെ ആബ്സെൻസിൽ ഫാമിലിക്ക് ഉണ്ടാകുന്ന ഇൻകമുമായി ബന്ധപ്പെട്ട വല്ല നഷ്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ ദ ഇൻഷുറൻസ് പ്ലാൻസ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ലംസം. അവിടെയും ഒരു ലംസം എമൗണ്ട് ആ ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കും എന്നാണ്. അതിന്റെ ഒരു മീനിങ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. And also we have studied some expenses which are not met by the health insurance schemes under IRDAI. IRDAI Act prakaram there are some expenses which are not met by the health insurance scheme. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ കവറേജിന്റെ പരിധിയിൽ വരാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് ദേ ആർ കോസ്മെറ്റിക് സർജറീസ്, അല്ലെ, നമ്മളുടെ അപ്പിയറൻസ്, നമ്മുടെ ഫിസിക്, നമ്മളുടെ എന്താ പറയാ നമ്മളതിനെ സൗന്ദര്യം, അല്ലെ, ആ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി വരുന്ന ചില സർജറീസ് ഒക്കെ ഉണ്ടാകും. അതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് എക്സ്പെൻസസ് വരും. ആൻഡ് ദാറ്റ് എക്സ്പെൻസസ് വിൽ നോട്ട് ബി കവേർഡ് ബൈ ദ ഇൻഷുറൻസ്. ഇൻഷുറൻസ് കമ്പനികൾ അത്തരം കവറേജുകൾ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലക്ഷറി, അല്ലെ, അതിന് നമുക്കൊരു ആഡംബരം എന്ന് പറയാം. ആഡംബരങ്ങൾക്കല്ലല്ലോ കൊടുക്കേണ്ടത്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ IVF ഫോർ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അല്ലെ, കൃത്രിമ ഗർഭധാരണം, അതിന് വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസുകൾ വിൽ നോട്ട് ബി മെറ്റ് ബൈ ദ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് അണ്ടർ IRDAI. അവരാണ് അതിന്റെ ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് അങ്ങനെ ഒരു കവറേജ് പരിധിയിൽ വരാത്ത ചില എക്സ്പെൻസുകളെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ മിസ്ലേനിയസ് ചാർജസ് മീൻസ് അതർ ചാർജസ്, കുറച്ച് മറ്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. ആൻഡ് ഇറ്റ് മേ ഇൻക്ലൂഡ് ദ രജിസ്ട്രേഷൻ ചാർജസ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജസ് ഇൻ കണക്ഷൻ വിത്ത് ദ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്ന ചാർജ്, പിന്നെ എന്താ പറയാ സർവീസ് ചാർജസ്, പിന്നെ രജിസ്ട്രേഷൻ ഫീസ് വിച്ച് വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ, അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് വരുന്നതെല്ലാം. പിന്നെ എന്താണ് ഹെൽത്ത് സപ്ലിമെന്റ്സ്? ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിനെ ആരോഗ്യം, അതായത് കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കുടിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന പ്രോട്ടീൻ ഷേക്സ്, അങ്ങനെ ഉണ്ടാകുന്ന എക്സ്പെൻസുകളൊക്കെ വിൽ നോട്ട് ബി കവേർഡ് അണ്ടർ ദ ഹെൽത്ത് ഇൻഷുറൻസ്. അത്തരം നമ്മുടെ ഹെൽത്തിനെ സപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പെൻസുകളൊന്നും അതിനകത്ത് പെടുന്നതല്ല. ദെൻ ഓൾസോ pre-existing health conditions before when at the time of taking the policy, ആ പോളിസി എടുക്കുന്ന സമയത്ത് if we have any type of diseases, ആ സമയത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഉണ്ടെങ്കിൽ it will not be covered under health insurance. അതും ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സമയത്ത് നമുക്ക് അത് ഉണ്ടെങ്കിൽ, അത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നതല്ല. പിന്നെന്താ പറയാ, അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷർ, അതായത് BP, then diabetes will not be, അങ്ങനെയുള്ളതൊക്കെ ഇതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ്
if we have some diseases and the company in some cases, ചില കേസസിൽ the company may provide some waiting period. നമുക്ക് അങ്ങനെ ഒരു അസുഖമുണ്ടോ, ആ ഒരു അസുഖത്തിന്റെ ഒരു കാലാവധി അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾക്ക് കവറേജ് ഇന്ന സമയത്തിന് ശേഷം നമുക്ക് തരാം. ആൻഡ് ഇറ്റ്സ് കോൾഡ് വെയിറ്റിംഗ് പീരീഡ്. അതിന് നമ്മൾ പറയുന്നത് വെയിറ്റിംഗ് പീരീഡ് എന്നാണ്. ഇറ്റ് മേ ബി ഫ്രം 12 months to 48 months. ഏകദേശം 12 മാസം മുതൽ 48 മാസം വരെയാണ് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ബൈ IRDAI that the self harm is also not covered under health insurance scheme. സെൽഫ് ഹാം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ തന്നെ ശരീരത്തിന് ഹാംഫുൾ ആയ രീതിയിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ ആത്മഹത്യ പ്രവണത, ആത്മഹത്യ കൊണ്ടുള്ള മരണം, ഇതൊന്നും തന്നെ ഇൻഷുറൻസ് കമ്പനിയുടെ അവരിൽ നിന്ന് കിട്ടുന്ന പ്ലാനുകളിൽ പെടുന്നതല്ല, കവറേജ് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് അല്ല എന്ന് പറയുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പെടുത്തത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോണേ. അശ്വിനി കഴിഞ്ഞ ക്ലാസ്സിൽ സോറി ഇതൊക്കെ എടുത്തില്ല അല്ലേ? അതൊക്കെ പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് വിചാരണ, അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഡിസീസസ് ദാറ്റ് ആർ നോട്ട് എന്താ പറയാ കവേർഡ് അണ്ടർ വെയിറ്റിംഗ് പീരീഡ്. അതായത് ഏതൊക്കെ ആ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത ചില അസുഖങ്ങളുണ്ട് കേട്ടോ. അതായത് വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് കവറേജിന് വേണ്ടിയിട്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ സം ടൈം. അതിനെയാണ് നമ്മൾ 12 months to 48 months എന്ന് പറയാം. ആ പരിധിക്കുള്ളിൽ കൺസിഡർ ചെയ്യാത്ത കുറച്ച് ഡിസീസസ് ഉണ്ട്, അത് എക്സെപ്റ്റഡ് ആണ്, അത് ഒഴിവാക്കിയിട്ടാണ് ബാക്കിയുള്ള ഡിസീസിന് മാത്രമേ കവറേജ് ഉള്ളൂ എന്ന കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ അൾസേഴ്സ്, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുലാസ്, പിന്നെ ബെനിൻ മോറോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി, ഹെമർട്രോയിഡ്സ് ആൻഡ് പൈൽസ് രോഗങ്ങളൊക്കെ. അത് ഒരു അബ്നോർമൽ ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ സ്വാളനിങ് ആണ് പൈൽസ് എന്ന് പറയുന്നത്. നമ്മുടെ വെയിൻസോ അതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അതാണ്. പിന്നെ ഡിസ്ഫങ്ഷണൽ യൂറിൻ ബ്ലീഡിംഗ്, അതൊരു തരം ബ്ലീഡിംഗ് ആണ്. കാറ്ററാക്ട്സ്, ഹെർണിയ, അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ, പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഡെന്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കവറിൽ പെടാത്തത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാ ഡെന്റൽ ട്രീറ്റ്മെന്റുകളും കവറിൽ പെടില്ല. പക്ഷേ ഇൻ സം കേസസ് ദ ഡെന്റൽ ഇഞ്ചുറി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ആൻ ആക്സിഡന്റ്. ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് കൊണ്ടുണ്ടായ ഡെന്റൽ ഇഞ്ചുറി ആണെങ്കിൽ വിൽ ബി കവേർഡ്, അത് കവർ ചെയ്യും കേട്ടോ. അതല്ലാത്ത കേസാണ് പറഞ്ഞേക്കുന്നത്. സാധാരണ ഇപ്പൊ നമുക്ക് പല്ലിൽ കമ്പിടണം, അല്ലെങ്കിൽ പല്ലിന്റെ കുറച്ച് ഷേപ്പുകൾ മാറ്റണം, കുറച്ചുകൂടി എന്താ പറയാ പ്ലീസിങ് ഒരു സ്മൈലൊക്കെ കിട്ടാൻ വേണ്ടി, നമ്മുടെ പുഞ്ചിരിയൊക്കെ നന്നായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല്ലുകളൊക്കെ ഒന്ന് ചില മാറ്റങ്ങളൊക്കെ വരുന്നതിന് വേണ്ടി ചെയ്യുന്നു. അതിലൊക്കെ ഹ്യൂജ് എക്സ്പെൻസുകളൊക്കെ തന്നെയാണ് വരേണ്ടി വരാം. അപ്പൊ ഇതൊക്കെ അകന്നിരിക്കുന്നു, അപ്പൊ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ അലൈൻ ചെയ്യണം. അതൊക്കെ ഒത്തിരി എമൗണ്ട് ആണ്. സ്റ്റാർട്ടിംഗ് ഒക്കെ തന്നെ 60,000 ഒക്കെ എബോ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പരിധിയിൽ വരുന്നതല്ല. ബട്ട് ഇഫ് ദ ഇഞ്ചുറി ഈസ് ഒക്കേർഡ് ഡ്യൂ ടു എനി ആക്സിഡന്റ്, എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് മുഖേനമാണ് ഈ ഇത്തരം ഇഞ്ചുറീസ് ഉണ്ടായിരിക്കുന്നെങ്കിൽ ഇറ്റ് വിൽ ബി കവേർഡ്. അപ്പൊ അതിനകത്ത് വെയിറ്റിംഗ് പീരീഡിലെ കവറിൽ വരാത്ത ആ ഒരു ഡിസീസസ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ജനറ്റിക് ഡിസീസസ്, ദാറ്റ് മീൻസ് ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് എന്താ പറയാ പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങൾ, അതൊന്നും ഇതിനകത്ത് പെടുത്തില്ല. കാരണം അത് മേ ബി അടുത്ത ആൾക്കും ഉണ്ടാകാം. ആ ആൾക്ക് നമ്മുടെ പാരന്റ്സിന് ഉള്ള ഒരു അസുഖമാണ് BP, അതുപോലെ എന്താ പറയാ ഷുഗർ, ഡയബറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫാദറിന് മദർക്ക് ചാൻസ്, അവർക്ക് മക്കൾക്ക് അതിലേക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതും വെച്ചിട്ടൊക്കെ നമ്മൾ ഒരു വെയിറ്റിംഗ് പീരീഡ് അവർ നിശ്ചയിക്കുമ്പോൾ ഇത്തരം അസുഖങ്ങൾ അതിനകത്ത് കൺസിഡർ ചെയ്യും, അവരത് കവറിൽ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പ്ലാനുകളാണ്, ടൈപ്പുകൾ അങ്ങനെ തന്നെ പഠിച്ചിരിക്കണം. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഫുൾ കവറേജ്, ദാറ്റ് മീൻസ് A to Z എന്ത് ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോ ഉണ്ടാകുന്ന എല്ലാ എമൗണ്ടും നമുക്ക് അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ. പിന്നെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ, അത് തൊട്ട് മുകളിൽ പറഞ്ഞ കവറിൽ കൂടാതെ ചില മെഡിക്കൽ എക്സ്പെൻസുകൾ, പിന്നെ എമൗണ്ട് വിച്ച് ഈസ് സ്പെൻഡ് ഫോർ ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റലിലേക്ക് വരാനും അവിടെ നിന്ന് തിരിച്ചു പോകാനും ഉണ്ടാകുന്ന എക്സ്പെൻസുകൾ, അങ്ങനെയുള്ള എക്സ്ട്രാ എക്സ്പെൻസുകൾ കൂടി മറ്റേ സാധാ, അതായത് തൊട്ട് മുകളിൽ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് പെടാതെ വരുന്ന ചില എക്സ്പെൻസുകൾ കൂടി കവർ ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. Critical illness cover, that means the illness such as cancer, then paralysis, major organ transplantation, etc. ഇതുപോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സുകൾക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കവറേജ് ആണത്. പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് ലയബിൾ ഓൺലി ഓൺ ദ പേയ്മെന്റ്, ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് എനി ആക്സിഡന്റ്. ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നത് ആക്സിഡന്റിന്റെ സമയത്തായിരിക്കും. ഒരു എമൗണ്ട് ആ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ അതിന്റെ ഡെത്ത്
ഏതിന്റെ ആ ഒരു എന്താ പറയാ സീരിയസ് മനസ്സിലാക്കിയിട്ടാണ് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ കൊടുക്കുക. ദെൻ മീൻസ് അറ്റ് ദ ലാസ്റ്റ് വൺ ഈസ് ടോപ്പ് അപ്പ് കവർ. ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് കറന്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻസ്. നമ്മൾ എടുക്കുന്ന ഹോസ്പിറ്റലൈസേഷൻ ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസീസ് ഉണ്ടല്ലോ, ആ ഉള്ള പോളിസിയിൽ നിന്നും ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കവറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ പരിധിയിൽ നിന്ന് അപ്പുറമായിട്ട് ചില ചെലവുകളും കൂടി നമുക്ക് ആ ഹോസ്പിറ്റലൈസേഷൻ കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് നമ്മളുടെ നിലവിലുള്ള പോളിസിയെ വി ക്യാൻ എക്സ്റ്റെൻഡ് ചെയ്യും. ഓർ ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ പറയാം അല്ലെ, മൊബൈലിൽ ടോപ്പ് അപ്പ് ചെയ്യാന്ന് പറയും അല്ലെ. ഇന്നൊക്കെ ആളുകളുടെ കാശ് ഇഷ്ടം പോലെ ഉണ്ട്, വലിയ ഡ്യൂറേഷനിലുള്ള പ്ലാനുകളൊക്കെയാണ് ഇന്നല്ലായിരുന്നു 1 month ഒക്കെ. പണ്ടൊക്കെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ടോപ്പ് അപ്പ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളൊക്കെ ഡയറക്റ്റ് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ? പ്രതീഷ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ? നമ്മൾ മൊബൈൽ ഫോണുകളൊക്കെ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ചാർജ് ചെയ്തിരുന്നു. ടോപ്പ് അപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഉണ്ടാകും. നമുക്ക് ഒരു സാധാരണഗതിയിൽ ഇന്ന കവറേജ് ഒക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാകും. ബട്ട് ചിലപ്പോ ചില ആക്സിഡന്റുകൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ ഇതിനകത്ത് പെടാത്തതുണ്ടാകും. സോ വി ക്യാൻ എക്സ്റ്റെൻഡ് ദാറ്റ് ബൈ ഗിവിംഗ് എ ടോപ്പ് അപ്പ്. ഒരു ടോപ്പ് അപ്പ് ഉപയോഗിച്ച് നമുക്ക് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും ഒരു എക്സ്റ്റൻഷൻ എന്ത് ചെയ്യാം നമുക്ക് എടുക്കാം. വെൻ അവർ ഇൻഷുർഡ് ഗെറ്റ് എക്സോസ്റ്റഡ്, നമ്മുടെ നിലവിലുള്ള പോളിസി തീർന്നു പോകുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടി. പക്ഷെ എന്നാൽ ഇതിൽ നിന്നും അപ്പുറമായിട്ട് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ചില എക്സ്പെൻസുകളോട് മീറ്റ് ചെയ്യണം. പക്ഷെ അത് ഈ കവറിനകത്ത് ഈ പറയുന്ന പോളിസിയിൽ നമ്മൾ എടുത്തിരിക്കുന്നതിന് വന്നില്ല. സോ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ടോപ്പ് അപ്പ്. നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അത്രയും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് SHI എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അത് എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പറയുമ്പോൾ സാമൂഹികപരമായിട്ട് എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ എനി വൺ ഓഫ് ദ 3 താഴെ പറഞ്ഞിരിക്കുന്ന മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഇൻഷുറൻസ് പ്രോഗ്രാമുകളാണ്. ഒന്നുകിൽ ഐദർ ബൈ ലോ ഓർ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ചോ, അല്ലെങ്കിൽ നിയമപരമായിട്ട് സോഷ്യൽ ആണല്ലോ അല്ലെ, അതായത് സോഷ്യലായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെച്ചാൽ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരിക്കാം അത് സോഷ്യൽ ആകുമ്പോൾ. മനസ്സിലായോ? അതായത് ഇൻഷുറൻസ് കമ്പനികളുടെ ലാഭമല്ല, അവിടെ ഒരു എന്താ പറയാ സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ വെൽഫെയർ മാത്രം, പബ്ലിക് വെൽഫെയർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പോളിസീസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ either by law or the conditions of the employment ചില ജോലിക്കാർക്കൊക്കെ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് താഴേക്ക് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ദിസ് പ്രോഗ്രാം, ഇത്തരം സോഷ്യൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകളാണെങ്കിൽ ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ടു എ ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ആയിരിക്കാം ആൻഡ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആയിരിക്കാം. ആ ഗ്രൂപ്പില് വളരെ ചുരുങ്ങിയ ആളുകളുടെ എണ്ണം എന്ന് വെച്ചാൽ ഒരു 5 or 6 അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്രോഗ്രാമുകളാണ്. അതാകാം. അല്ലെങ്കിൽ an employer makes a contribution to the program on behalf of an employee. എംപ്ലോയിയുടെ ജീവന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എംപ്ലോയിക്ക് ഏതെങ്കിലും തരത്തില് if they have any medical cases or hospitalization cases or any accidents, അതിന്റെ ബിഹാഫില് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ ഒരു പ്രിക്കോഷണറി എന്നതുപോലെ എംപ്ലോയർ വിൽ പ്രൊവൈഡ് ദ കോൺട്രിബ്യൂഷൻ. ആ ജോലി സ്ഥാപനത്തിലെ എംപ്ലോയർ ആ എംപ്ലോയിയുടെ പേരിൽ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ അടച്ച് അങ്ങനെ എടുക്കുന്ന സ്കീംസും ഉണ്ട്, പോളിസീസും ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആകാം ഏത് സോഷ്യൽ ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. സോ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് while we are taking such or agreeing the insurance company to take such a health insurance schemes, what are the benefits? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് സ്കീംസ് എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ ഇത്തരം ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഒന്ന്, the government will offer these insurance policies at a low cost. അല്ലെ, നമ്മൾ പറഞ്ഞു അല്ലെ, വളരെ ചുരുങ്ങിയ കോസ്റ്റിലായിരിക്കും. എന്ന് വെച്ചാൽ അതിന് അടക്കേണ്ടി വരുന്ന the premium which is to be paid regularly, maybe monthly or quarterly or half yearly or yearly.
അങ്ങനെ നമ്മൾ എടുക്കേണ്ടി വരുന്ന ഈ പറയുന്ന ഇൻഷുറൻസിന്റെ പ്രീമിയം എമൗണ്ട് വിൽ ബി അറ്റ് ലോ കോസ്റ്റ് അല്ലെ, വളരെ ചുരുങ്ങിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് അടയ്ക്കേണ്ടി വരിക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. എന്തായിരുന്നു, ഇപ്പൊ കുടുംബശ്രീ വഴിയൊക്കെ എന്താ പറയാ വളരെ ചെറിയ എമൗണ്ട് പ്രീമിയം ആയിട്ട് അടച്ചു വർഷത്തിലേക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഇയറിലേക്ക് 100 ബിലോ എന്താ പറയാ 200 ബിലോ 500 ബിലോ ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു എമൗണ്ട് ഫോർ ഇയർ ആണ്. ഒരു ഇയറിലേക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ and during that 1 year if you have any disease or if you have to face any accidents or diseases, the government will provide ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസുകൾ will provide the indemnity. നമുക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെ പരിഹരിക്കാനായിട്ട് അവര് ഉണ്ടാകും, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അതാണ് ഗവൺമെന്റ് ഇൻഷുറൻസ് പോളിസികളുടെ ഒരു ബെനിഫിറ്റ്. രണ്ടാമത് എന്താണ്, ഇറ്റ് വിൽ ബി ഓൾവേസ് പ്രൊവൈഡഡ് ടു poor families, that means the BPL families, അതായത് ബെനിഫിഷ്യൽ ടു BPL families എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്തരം ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുള്ള നേട്ടം കൂടുതലും അനുഭവിക്കുന്നവര് ബിലോ പോവർട്ടി ലെവലിലുള്ള ആളുകളായിരിക്കാം, BPL ആളുകളാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ കവറേജ് വിച്ച് ഈസ് ഗിവൺ ടു ദ പുവർ പീപ്പിൾ. ദരിദ്രരായ ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വലിയ കോടീശ്വരന്മാർക്കൊന്നും ഇത്രയും ഒരു വർഷത്തിൽ 500 രൂപയുടെ ഒരു പോളിസി എടുത്തിട്ട് ഒരു എക്സാമ്പിൾ എമൗണ്ട് പറഞ്ഞു 500 എന്നൊക്കെ, അതിനേക്കാളും ചെറിയ എമൗണ്ട് ഒക്കെ ഉണ്ട് ഇയർലി അടയ്ക്കുന്നത്. അപ്പൊ അത്തരം ചെറിയൊരു എമൗണ്ട് മാത്രം അടയ്ക്കാനൊന്നും ആരും കൂട്ടാക്കില്ല. ഭയങ്കര മില്ലനേഴ്സ് ഒന്നും, അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇൻഡസ്ട്രിയലിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള പീപ്പിൾസ് ഒന്നും അതിനു വേണ്ടി നോക്കുന്നില്ല. അത് പുവർ പീപ്പിൾ, അവർക്കാണ് ഇത്തരം എന്താ പറയാ എന്തെങ്കിലും പെട്ടെന്നൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ദേ കനോട്ട് സ്പെൻഡ്. അവരുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഒന്നും എടുക്കാനൊന്നുമില്ല. ഓരോ ദിവസം ഡെയിലി ലൈഫ് തന്നെ ഒരു രീതിയിൽ കടന്നു പോകുന്നു. അവരുടെ കുട്ടികളുടെ പഠനം, വീട്ടിലെ ചെലവുകള്, അവരുടെ ഡ്രസ്സ്, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അവർ ഒരു ചെറിയ ചുരുങ്ങിയ വരുമാനം കൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നുണ്ട്. സമ്മാർ ഇൻ പുവർ അല്ലെ കണ്ടീഷൻസ്. ചില ആളുകൾ ഭയങ്കര ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ്, പക്ഷെ എങ്കിലും ദേ ഹാവ് ടു ലീവ്, അവർക്ക് ജീവിക്കണ്ടേ. പക്ഷേ ഇഫ് ദേ ഹാവ് ടു ഫേസ് എനി സച്ച് ഡിസീസസ് ഓർ എനി ആക്സിഡൻസ്, എന്നാൽ ഇവർക്ക് പെട്ടെന്ന് അവർക്ക് എപ്പോഴെങ്കിലും വഴി മധ്യേ അല്ലെ, അവരുടെ ലൈഫിന്റെ വഴി മധ്യേ എവിടെയെങ്കിലും വെച്ച് ഇത്ര ആക്സിഡൻസോ വലിയ രോഗങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലപ്പോണ്ടാകുന്ന പനി ചുമയല്ല ഉദ്ദേശിക്കുന്നത്, ഇത്ര വലിയ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ they have to overcome that അല്ലെ, അത്തരം കാര്യങ്ങൾ സിറ്റുവേഷൻസിലെവിടെയും കടന്നു പോകണം. അപ്പൊ അത്തരം ആളുകൾക്ക് ഇത്തരം വലിയ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാനില്ല. അപ്പൊ അവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത്തരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാംസ്. പുവർ പീപ്പിളിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല the poor people those who are taking such insurance will get their treatment both in private and government hospitals. അപ്പൊ നമ്മൾ വിചാരിക്കും പാവപ്പെട്ടവരല്ലേ, അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വിടാം, അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടട്ടെ. പക്ഷെ അവിടെ പറ്റിയില്ല എങ്കിൽ നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റൽസില് കൂടുതലും ആളുകൾ പോകാത്തതിന്റെ ഒരു കാരണം, ഇന്നൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങി കേട്ടോ. കൂടുതലും ഒരു കാരണം എന്ന് പറയുന്നത് I think the equipments which are sufficient for any treatment are not available. അതുകൊണ്ടായിരിക്കാം കുറച്ച് കാരണങ്ങൾ. അതായത് എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ ടെക്നോളജിക്കൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒത്തിരി എന്താ പറയാ മെഷീനറീസ് ഒന്നും അവിടെ അവൈലബിൾ അല്ലാത്തതാകാം ഒരു കാരണം അല്ലെ. അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ടെസ്റ്റിന് ചിലപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെഷീനറീസ് ചിലപ്പോൾ ഇതിന് പറ്റില്ലായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കേണ്ടി വരുന്ന കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പൊ അത് അവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അത് അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അവിടെ ഇനി അവിടെ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറയും, കാരണം അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ അവൈലബിൾ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നേരെ തന്നെ പോകും. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനോട് ഉണ്ടാകുന്ന ആ ഒരു ഇത് ആളുകൾക്ക് കുറയുന്നതിന്റെ കാരണം അതാണ്. പക്ഷെ ഇന്ന് ആ ഒരു എന്താ പറയാ തിങ്കിങ് ഒക്കെ ആളുകളുടെ മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ വെൽ എക്യുപ്ഡ് ആയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ന്യൂ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള മെഷീനറീസ് ഒക്കെ വരുന്നുണ്ട്. സോ ദ പുവർ പീപ്പിൾ നമ്മൾ പറയേണ്ട, they will get the treatment both from private or government hospitals. പ്രൈവറ്റിൽ നിന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന രീതിയിലാണ് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ദീസ് ആർ ദ ബെനിഫിറ്റ്സ്. ഇങ്ങനെയുള്ള ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ് ഓർക്കുക. അത് ലോ കോസ്റ്റ് ആണ്, BPL ഫാമിലീസിന് ബെനിഫിഷ്യൽ ആണ്, പുവർ പീപ്പിളിന് കവറേജ് കിട്ടുന്ന രീതിയിലാണ്. ആൻഡ് ഓൾസോ ദ ട്രീറ്റ്മെന്റ് വിൽ ബി പ്രൊവൈഡഡ് ഫ്രം പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അപ്പൊ നമുക്ക് നോക്കാം, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതുപോലെ ഗവൺമെന്റിന്റെ ഒരു ഇതിന്റെ കീഴിൽ നമുക്ക് ഉണ്ടാകാവുന്ന ചില ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. കേട്ടിട്ടുണ്ടോ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല? എല്ലാവരും
കേട്ടിട്ടില്ല മാം. കേട്ടിട്ടില്ല? ESI എന്ന് കേട്ടിട്ടില്ലേ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ESI ഉണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഉള്ളൂ, അത് ESI ഉള്ള ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ സംസാരത്തിലൊന്നും കേട്ടിട്ടില്ല? ആരും പറയുന്നൊന്നും ഇല്ല. കേട്ടിട്ടുണ്ടെന്നാണോ അപർണ പറയുന്നേ? ഇല്ല, ഇങ്ങനെ കേട്ടുള്ളൂ ESI എന്ന് പറയാൻ, പക്ഷെ എന്താന്ന് പറയാറില്ല. ഓക്കെ, കേട്ടിട്ടുണ്ടല്ലോ, അത് പറഞ്ഞാൽ മതി. നമ്മൾ എന്താണ് നമ്മളിപ്പോ പറയും, ജസ്റ്റ് ഒന്ന് ആളുകളെങ്കിലും അവര് സംസാരിക്കുമ്പോഴൊക്കെ എന്താ പറയാ, ഇങ്ങനെ ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഇതുണ്ട്, അവിടേക്ക് പോയി ആ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ESI ഉണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ, ചിലപ്പോ ചിലർ സംസാരിക്കുന്ന കൂട്ടത്തില്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് കേട്ടില്ലേ പ്രതീഷ്? ഗവൺമെന്റ് എംപ്ലോയീസിന് അതെ അതെ, എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ എംപ്ലോയീസിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് എന്താണ് വിശദമായിട്ട് ഇവിടെ അറിയാം. എന്താണ് അതെങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ESI എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 ആണ്. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അത് എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഇറ്റ്സ് പ്രൊവൈഡഡ് ഐദർ ബൈ ക്യാഷ് ഓർ മെഡിക്കൽ ബെനിഫിറ്റ്സ്. മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലും ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുമാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അല്ലെങ്കിൽ ESIS, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. അതാണ് ESIS. ഒന്ന് അതിന്റെ അബ്രീവിയേഷനും അതിന്റെ എക്സ്പാൻഡഡ് ഫോമും അറിഞ്ഞിരിക്കണം. ഈ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്, അതായത് ESIC ആണ് എന്ത് ചെയ്യുന്നത്, ഈ സ്കീമിനെ, ഈ ഒരു എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു എന്താ പറയാ ഒരു സെമി ഗവൺമെന്റ് ബോഡി ലെഡഡ് ആണ്, which is led by the Union Minister of Labour and the chairman and the Director General of the Chief Executive. അതായത് ഗവൺമെന്റിന്റെ സെമി ഗവൺമെന്റ് അർദ്ധ സർക്കാർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. അത് ക്യാഷ് ആയിട്ടും മെഡിക്കൽ ബെനിഫിറ്റുകളായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. ഈ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ പറയുന്ന ESIനെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ ഒരു ഹെഡ് എന്ന് പറയുന്നത്, ഇതിനെ ലീഡ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. ലേബറിന്റെ യൂണിയൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ആസ് ചെയർമാൻ അവരായിരിക്കും യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും ചെയർമാൻ ആയിട്ടും. അതുപോലെ ഡയറക്ടർ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവും ആയിരിക്കും. അങ്ങനെ ഒരു രീതിയിലാണ് ഈ ഒരു എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. 1948 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് ഓർത്തിരിക്കാം. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള, എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് യൂസ് ഓഫ് ദ സിക്നെസ് ബെനിഫിറ്റ്. അതായത് നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും ഉള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്. അസുഖങ്ങൾക്ക് നമ്മൾ ആശുപത്രിയിൽ പോകും, രോഗത്തിന് നമ്മൾ എന്താ പറയാ ഹോസ്പിറ്റലിൽ പോകണം. ആ ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമ്മുടെ ആ അസുഖം ഭേദമാക്കി വരാൻ സാധിക്കും. അവിടെ നമുക്ക് എന്താ പറയാ പേയ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു സിക്നസ് നമ്മൾ അവിടെ ചെലവഴിക്കുന്ന ഒരു ഇൻപേഷ്യന്റ് ആയിട്ട് കിടക്കുന്ന സമയത്തൊക്കെ കിട്ടിയിട്ട് അവര് എത്ര ദിവസം അവർക്ക് കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റുകൾക്ക് കൊടുക്കേണ്ടി വരുന്ന എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കീം ഉള്ളത്. സിക്നസ് ബെനിഫിറ്റ് എന്ന് കൂടി നമുക്ക് പറയാം. എംപ്ലോയി അതിന് വേണ്ടിയിട്ട് ഈ ഒരു സിക്നസ് ബെനിഫിറ്റ് ഇൻ ഓർഡർ ടു അവൈൽ ദാറ്റ് സിക്നസ് ബെനിഫിറ്റ്, അവര് സിക്നസിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ വർക്കർ എന്ന് വെച്ചാൽ ജോലിക്കാരൻ, എംപ്ലോയി ഹാസ് ടു വർക്ക് ഫോർ 78 days ബിഫോർ സിക്നസ്. ആ സിക്നസിന് കുറച്ചു മുമ്പ് വരെ 78ഓളം ദിവസം എങ്കിലും, ഏറ്റവും ചുരുങ്ങിയതാണ് 78, അതിൽ കൂടുതലാകാം, അതിൽ കുറയാൻ പാടില്ല. അപ്പൊ 78 ദിവസം വരെയെങ്കിലും ആ ഒരു ജോലി സ്ഥലത്ത് ജോലി ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ ബെനിഫിറ്റിന് എന്തുള്ളൂ അർഹനാകുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ള 78 days ഒന്നും ആയിട്ടില്ല. ഇവിടെ ESI ഒക്കെ എനിക്ക് പ്രൊവൈഡ് ചെയ്തത്. പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് വന്നു. അപ്പൊ ഇവിടെ എംപ്ലോയർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് സ്കീം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 70 ദിവസമായിട്ടുള്ളൂ. ബിഫോർ ദാറ്റ്, അതിന് മുമ്പാണ് എനിക്ക് എന്ത് ചെയ്തത്, 70 ദിവസമായിട്ടുള്ളൂ, 78 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ബിഫോർ ദാറ്റ് എന്താ പറയാ ഐ മേ കോസ് സം ഇൽനെസ്, എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുമ്പോ എനിക്ക് ആ ഒരു സിക്നസ് ബെനിഫിറ്റ് കിട്ടില്ല. ബിക്കോസ് ആ വർക്കർ അവിടെ ജോലിക്ക് വന്നതിന് ശേഷം ഒരു 78 days എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം ടു അവൈൽ ദ ബെനിഫിറ്റ് ഓഫ് സിക്നസ്. സിക്നസ് ബെനിഫിറ്റ് അവൈലബിൾ ആകണമെങ്കിൽ 78 days വർക്ക് ചെയ്യണം. അക്കോർഡിംഗ് ടു ESI ആണോ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് പറയുന്നത്, അത്രയും ദിവസം വർക്ക് ചെയ്തിരിക്കണം. ഇനി ഇതിനകത്ത്
തന്നെ ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം മെറ്റേണിറ്റി ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്ത്രീകളെ സംബന്ധിക്കുന്നതാണ്. പ്രസവാനന്തരം പ്രസവത്തിന് പോകുന്നതും ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ അതിനകത്തൊക്കെ ഇൻഷുറൻസിൽ നിന്നും ബെനിഫിറ്റ് കിട്ടുന്നതാണ്. So that if you have to, or if the women have to get that benefit, ആ ഒരു ബെനിഫിറ്റിന് അർഹരാകണമെങ്കിൽ she shall work for 70 days. 70 ദിവസം മുമ്പെങ്കിലും, അതായത് 70 ദിവസം വരെയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, വർക്ക് ചെയ്തിരിക്കണം ടു അവൈൽ ദാറ്റ് ബെനിഫിറ്റ്. ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ സാധാരണ സിക്നസ് ആണെങ്കിൽ 78 ഡേയ്സ് എങ്കിലും വർക്ക് ചെയ്തിരിക്കണം. അപ്പൊ 78 ഡേയ്സ് കഴിഞ്ഞവർക്കൊക്കെ ആ ഒരു സിക്നസ് ബെനിഫിറ്റിന് എന്താണ് അർഹരാണ്. അല്ല അതുപോലെ തന്നെ മെറ്റേണിറ്റി അലവൻസും കിട്ടാനായിട്ട് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 ഡേയ്സ് എങ്കിലും അവർ വർക്ക് ചെയ്തിരിക്കും. അപ്പൊ 70 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടേണ്ടത്. ആ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ എന്ത് കിട്ടും? ദേ വിൽ ബി അവൈൽ ഫോർ ദാറ്റ് ബെനിഫിറ്റ്. അവർക്ക് അവൈലബിലിറ്റി ഉണ്ട് ആ ബെനിഫിറ്റിന്. അതാണ് പ്രത്യേകത. അപ്പൊ ESIയുടെ പ്രത്യേകത അതാണ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അത് ലീഡ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ വിൽ ബി ദ ചെയർമാൻ ഓഫ് ദാറ്റ് കൗൺസിൽ. ആ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് ആര്, ചീഫ് എക്സിക്യൂട്ടീവ് ആകുക എന്ന് പറഞ്ഞു. പിന്നെ സിക്നസ് ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ 78 ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിൽ 70 ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം. ഇത്രയും കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ. ഇനി ആർക്ക് വേണ്ടിയിട്ടാണ്, ഫോർ ഹൂം ദിസ് സ്കീം ഈസ് ഡിസൈൻഡ് ഫോർ, ആർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്കീം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹെൽപ് ദ ഫാക്ടറി വർക്കേഴ്സ് ആണ്. കൂടുതലും ഈ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന വലിയ വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഇവിടെ എംപ്ലോയീസ് ഉദ്ദേശിക്കുന്നത് വർക്കേഴ്സ് ആണ്. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ആൻഡ് അവർക്ക് ഉണ്ടാകുന്ന എന്താ പറയുക എക്സ്പെൻസീവ് ആക്സിഡന്റ് മൂലമോ അല്ലെങ്കിൽ രോഗങ്ങൾ മൂലമോ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒക്യുപേഷണൽ ഹസാർഡ്സ്, ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന പല എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അസുഖങ്ങളിലേക്ക് വരുമല്ലോ. ഇപ്പൊ ഫാക്ടറി ആകുമ്പോൾ അവിടെ എന്താ പറയാ, അവിടെ ഫ്യൂം, അതായത് നമ്മുടെ പുക അല്ലെ, ഗ്യാസ്, പല രീതിയിലുള്ള അതിന്റെയൊക്കെ ശ്വസിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻഫെക്ഷൻസ്, അവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾക്കും ഇൻഫെക്ഷൻസിനും ഒക്കെ കാരണമാകാം. അപ്പൊ അത്തരം രോഗങ്ങൾക്കൊക്കെ ചികിത്സ കിട്ടുന്നത് എപ്പോഴെപ്പോഴും എല്ലാ ദിവസവും ഈ രോഗം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എപ്പോഴെപ്പോഴും എന്താ പറയാ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ടി വരില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് അവർക്ക് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ പൈസ ഉള്ളത്. കാരണം ഫാക്ടറി വർക്കേഴ്സ് ആണ് ഓൺലി എ സ്മോൾ വേജസ്, അവർക്ക് വളരെ കുറച്ച് വേതനം മാത്രമാണ് കിട്ടുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ചെലവഴിക്കാനില്ല. അപ്പൊ അവർക്കൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, ഫാക്ടറി വർക്കേഴ്സിനെയാണ് കൂടുതലും ഈ ഒരു എന്താ പറയാ ഇൻഷുറൻസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഈസ് അവൈലബിൾ ടു വർക്കേഴ്സ് എംപ്ലോയിഡ് ഇൻ ഡിഫറെന്റ് ഫാക്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള പല ഫാക്ടറീസിലും വർക്ക് ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ESI എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നത് ഇതാണ്, the workers drawing wages not in excess of 21,000 per month can take part in this scheme. ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ പങ്കാളികളാകാൻ എല്ലാ എംപ്ലോയീസിനും അവകാശമില്ല. all employees have no rights. അവർക്ക് എല്ലാവർക്കും അവകാശമില്ല. പിന്നെ ആർക്കാണ് അവകാശം? those who are not earning a wages not in excess of 21,000. 21,000 രൂപയില് കൂടുതൽ കിട്ടുന്നവർക്കില്ല, അതിനേക്കാൾ കുറവ് കിട്ടുന്നവര്. അതാണ് പറയുന്നത് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ്. 21,000 രൂപയിൽ കൂടുതൽ കിട്ടാത്ത, എന്താ പറയാ കൂലി കിട്ടാത്ത പെർ മന്ത് ആണ് കേട്ടോ. ഒരു മാസത്തിൽ 21,000 കൂടുതൽ കൂലി കിട്ടാത്തവർക്ക് ഉദ്ദേശിച്ചിട്ടുള്ള വർക്കേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ESI എന്ന് പറയുന്നത്. ഇനി എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ. ഈ സ്കീമിലേക്ക് എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ പൈസ അടയ്ക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വർക്കർ ആണെന്ന് വിചാരിക്കാം, ഇവിടുത്തെ എംപ്ലോയർ ഉണ്ട് അല്ലെ. അപ്പൊ ഇപ്പൊ എന്റെ എന്താ പറയാ മാസ വരുമാനം എന്ന് പറയുന്നത് 21,000-നെക്കാളും താഴെയാണെന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതൊരു ഫാക്ടറി ആണെന്ന് ഒരു ഇമാജിൻ ചെയ്യാം. അപ്പൊ ഇവിടുത്തെ എംപ്ലോയർ എന്റെ പേരിൽ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും, ഒരാളല്ലല്ലോ, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. എംപ്ലോയീസിന്റെ പേരിൽ ഒരു ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ
ദാറ്റ് മീൻസ് അവിടുത്തെ വർക്കേഴ്സിന് പല രീതിയിലും പല അസുഖങ്ങൾ വരാൻ സാധ്യത, ബിക്കോസ് ഇറ്റ്സ് ഫാക്ടറി ആണല്ലോ കൂടുതലും. അപ്പൊ അതുകൊണ്ട് അസുഖങ്ങൾ കൂടുതൽ വരാൻ ചാൻസസ് ഉള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരിലൊക്കെ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിയുമ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അത്തരം ലോസുകളെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യാൻ അറിയോ, എംപ്ലോയിയും, അതായത് എന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ എംപ്ലോയർ നമ്മളുടെ വേജസിന്റെ ഒരു ഭാഗവും എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം ഫോർ ദ പ്രീമിയം ആയിട്ട് അടയ്ക്കണം എന്ന്, ഇത്ര രൂപ അടയ്ക്കണം. അപ്പൊ എന്റെയും കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് രണ്ടും ഒരുപോലെയുള്ള കോൺട്രിബ്യൂഷൻസ് ഡിഫറെന്റ് ആണ്. ആൻഡ് എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഹാവ് ടു പേ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3.25% ആണ്. അതായത് വേജ് ബില്ലിന്റെ എന്റെ കൂലി എത്രയാണ്, ആ കൂലി ബില്ല്, അതിന്റെ ബില്ലുണ്ടല്ലോ, ആ കൂലിയുടെ 3.25% ഷുഡ് ബി ബെയർഡ് ബൈ ദ employer and 0.75% should be borne by the employee. എംപ്ലോയി 0.75%, എംപ്ലോയർ 3.25% അടയ്ക്കണം, പ്രീമിയം ആയിട്ട് അടയ്ക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ പ്രീമിയത്തിന്റെ പാർട്ടിസിപ്പേഷനിൽ രണ്ടുപേർക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയർ ആണെങ്കിൽ 3.25% ഓഫ് ദ വേജ് ബില്ലും, എംപ്ലോയി ആണെങ്കിൽ 0.75% ഓഫ് ദ വേജ് ബില്ലും ആണ് അടയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എംപ്ലോയി ഹു ഈസ് ഗെറ്റിംഗ് എ ഡെയിലി വേജസ്. ഇനിയും പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, എംപ്ലോയർ ഹു ഈസ് ഗെറ്റിംഗ് എ വേജ് വിച്ച് ഈസ് ലെസ് ദാൻ 176 ഓൺ എ ഡേ ആണ് കേട്ടാ, ഒരു ദിവസമാണ്. ഡെയിലി വേജസിൽ പെർ ഡേയില് എന്താണ് 176 രൂപയിൽ കുറഞ്ഞ വേതനമാണ് വാങ്ങിക്കുന്നതെങ്കിൽ, അപ്പൊ 21,000 രൂപയിൽ കുറവെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ 21,000-നെ നമ്മള് എന്താ പറയാ 30 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ വേജ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ 21,000-ൽ കുറവെന്ന് പറയുമ്പോൾ 20,000 ഒക്കെ ആണെങ്കിലും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്കറിയാലോ ഒരു 600 and something രൂപയൊക്കെ കിട്ടും. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, അവരൊക്കെ എന്തായാലും പ്രീമിയം അടയ്ക്കണം. അവർക്ക് എംപ്ലോയറും എംപ്ലോയിയും അവരവരുടെ കോൺട്രിബ്യൂഷൻസ് വെച്ച് അടയ്ക്കണം. പക്ഷേ those who are getting only a daily wage which is less than 176 rupees, 176 രൂപയിൽ കുറവ് ആണ് കിട്ടുന്നതെങ്കിൽ ഡെയിലി വേജ് കണക്കാക്കുമ്പോൾ they do not have to make any premium payment. അവരെ കോൺട്രിബ്യൂഷൻ പ്രീമിയം ആയിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. they are excluded from the contribution of premium. പ്രീമിയം അടയ്ക്കുന്നതിൽ നിന്ന് അവരെ എന്ത് ചെയ്തിരിക്കുന്നു, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. ക്ലിയർ ആയോ? അപ്പൊ ESI എന്ന് പറയുന്നത് അതാണ്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. എംപ്ലോയീസിനെ എന്താ പറയുക ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മെയിൻലി ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഫാക്ടറി വർക്കേഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ESIS എന്നാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിനെ പറയുക. ESIC എന്ന് പറഞ്ഞ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. അതൊരു കോർപ്പറേറ്റ് ആണ്. അതാണ് നമ്മളുടെ ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. അതിന്റെ എന്താ പറയാ ലീഡ് ചെയ്യുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും, അത് അതിന്റെ ചെയർമാൻ ആയിരിക്കും. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവും ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് സിക്നസ് ബെനിഫിറ്റും അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഷുറൻസ്. സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അവൈൽ ചെയ്യണമെങ്കിൽ 78 days എങ്കിലും ജോലി ചെയ്തിരിക്കണം വർക്കർ. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 days എങ്കിലും സ്ത്രീകൾ ജോലി ചെയ്തിരിക്കണം. പിന്നെ ഫാക്ടറി ജോലിക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി ഷുഡ് മേക്ക് ദ പ്രീമിയം കോൺട്രിബ്യൂഷൻ. രണ്ടുപേരും കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അവരുടെ വേജിൽ നിന്ന്, അവരവരുടെ വേതനത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് 3.25% will be provided by the employer and 0.75% will be provided by the employee എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ those who are the workers who are earning only less than 76 rupees are excluded from the contribution. കോൺട്രിബ്യൂഷൻ പേയ്മെന്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഒരു കൂട്ടരെ. അതാരാണ്? 176 രൂപയിൽ കുറവ് വേജസ് ഡെയിലി വാങ്ങിക്കുന്നവരെ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും വരെ മനസ്സിലായോ 3 പേർക്കും? ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു. ESI മാത്രം ഒന്ന് വായിച്ചു നോക്കാം കേട്ടാ. ESI എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.
ക്ലാസ്സിലെ 2 പറഞ്ഞിരുന്നു. ഇടയ്ക്ക് ഒരു വേറെ റബ്ബറിനെ കയറിയിട്ട് പോയല്ലോ. ആരാ റബ്ബർ തന്നെയാണോ? ഞാൻ തന്നെയാ. ആണോ? വേറെ ഡിവൈസിൽ നിന്ന് കയറിയാ? ഓക്കെ. ഇതിനകത്ത് ഈ പോയിന്റുകളൊക്കെ, അതായത് എന്താ പറയാ, എത്ര ഡേയ്സ് വർക്ക് ചെയ്യണം, മെറ്റേണിറ്റി അലവൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി എത്ര ഡേയ്സ് വർക്ക് ചെയ്തിരിക്കണം, പിന്നെ എംപ്ലോയറുടെ എംപ്ലോയീസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ അത് കണ്ടുപിടിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത പേജില്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ആ ഒരു ലിമിറ്റേഷൻ, എത്ര രൂപയിൽ കുറഞ്ഞത് എത്രയും രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് വായിച്ചു പഠിക്കാൻ തന്നെയുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ, ഓർത്തിരിക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് പ്രൊവൈഡഡ് ബൈ ESI, അതായത് ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീംസിൽ പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ബെനിഫിറ്റുകൾ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ ഈ സിക്നസ് ബെനിഫിറ്റ് ആണ്. സിക്നസ് ബെനിഫിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ പറയാ, 70%, അതായത് എംപ്ലോയീസ് ഗിവൺ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ഡെയിലി ആവറേജ് വേജ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 days in 1 year. അതായത് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടേ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ESI കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ആവറേജ് വേജ് ഇല്ലേ, ദിവസ ശരാശരി വരുമാനം, വേതനം, അതിന്റെ 70% മാക്സിമം എത്ര നാളത്തേക്ക് കൊടുക്കും? 91 days in 1 year. ഒരു വർഷത്തില് 91 ദിവസത്തേക്ക് അവർക്ക് കൊടുത്തിരിക്കും. 70% അവരുടെ വേജസിന്റെ 70% എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് അവർക്ക് കിട്ടുന്ന സിക്നസ് ബെനിഫിറ്റ്. അസുഖങ്ങൾക്ക് വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടുന്ന ബെനിഫിറ്റ് ESI എംപ്ലോയീസിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും താഴ്ന്ന ബോട്ടം ലെവലിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് എപ്പോഴെപ്പോഴും വലിയ വലിയ അസുഖങ്ങൾ വരും. കാരണം എന്ന് വെച്ചാൽ അവര് ഒരു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അല്ലെ. അവർക്ക് there is no rest and also food is very low അല്ലെ. ഭയങ്കര കുറച്ച് ഭക്ഷണവും ആരോഗ്യ സംബന്ധം, ആരോഗ്യത്തെ മുഴുവൻ എല്ലാ രീതിയിലുള്ള എന്താ പറയാ നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ കിട്ടണ്ടോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടണ്ടാവില്ല. കാരണം അവർക്ക് കിട്ടുന്ന ഇൻകം ഉപയോഗിച്ച് അവരുടെ വീട്ടിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഡെയിലി സാധാരണ വാങ്ങിക്കുന്ന സാധനങ്ങൾ എക്സ്ട്രാ നമുക്ക് അവിടെ കൂടുതലൊന്നും വാങ്ങിക്കാനില്ല അപ്പൊ അല്ലെ. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഹെൽത്ത് ഒക്കെ ഭയങ്കരമായിട്ട് ഡള്ളായി പോകും, മോശമായി പോകും. ആരോഗ്യം എന്താ പറയാ ശരിയായ രീതിയിലല്ല എങ്കിൽ യു വിൽ ഗോ ഫോർ സിക്ക് അല്ലെ. നമ്മളെപ്പോഴും പെട്ടെന്ന് അസുഖങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഗവൺമെന്റ് കാര്യം കൊടുത്തിട്ടുണ്ട്. 70% of the average daily wage will be provided to the employees for up to 91 days in a year. 91 ദിവസത്തോളം വരെയാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. ഓർത്തിരിക്കണം, ഡെയിലി ആ ഒരു പെർസെന്റേജും അതുപോലെ എത്ര ദിവസത്തേക്കും ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എടുക്കുക എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്. ഇനി ചില എന്താ പറയാ ഡിസീസസ് സിക്നസ് വന്നു കഴിഞ്ഞാല് അത്ര പെട്ടെന്ന് മാറില്ല. അതിന് കുറച്ചുകൂടിയൊക്കെ അപ്പൊ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ദിവസം കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേക്കണേ. അതെങ്ങനെയാണ്? ചില അസുഖങ്ങള് which cannot be cured early as possible. എത്രയും പെട്ടെന്ന് മാറ്റി തീർക്കാൻ പറ്റുന്ന അസുഖങ്ങളാകില്ല, ചില സമയം പിടിക്കും. അതിന് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ട്യൂബർക്കുലോസിസ്, ദാറ്റ് മീൻസ് TB, ലെപ്രോസി അറിയാലോ, ഫ്രാക്ചേഴ്സ് എന്തെങ്കിലും ഒടിവോ ഇതൊക്കെ കാലം കഴിഞ്ഞ് ഒടിഞ്ഞു, പിന്നെ മാഗ്ലൻസി എക്സെട്ര അതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോ എന്താ പറയാ ഈ എന്താ പറയാ ഭയങ്കര ഈ ത്വക്ക് സംബന്ധമായിട്ട് മാരകമായിട്ടുണ്ടാകുന്ന പല രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്തരം രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോ ഈ ബെനിഫിറ്റുകൾ 2 years ആക്കി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 91 days in 1 year എന്ന് നമ്മൾ പറയില്ലേ. അപ്പൊ അത് 2 years എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 70% എന്നുള്ളത് മാറ്റി 80% ഓഫ് ദാറ്റ് വേജസ് എന്നുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എക്സ്റ്റെൻഡഡ് ബെനിഫിറ്റും ESI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്നസ് ബെനിഫിറ്റ് കൂടാതെ എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ അത് 80% ബേസിസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ അസുഖത്തിനാണെന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. പിന്നെ എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്. എൻഹാൻസ്ഡ് ഇംപ്രൂവ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യറീസ്. ആണുങ്ങൾക്കാണ് കേട്ടോ. പുരുഷന്മാർക്ക് 7 ദിവസം. മാത്രമല്ല പെണ്ണുങ്ങൾക്ക് ഫീമെയിലാണെങ്കിൽ 14 days ഫോർ ഫീമെയിൽ ബെനിഫിഷ്യറീസ് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ.
അതായത് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വന്ധ്യകരണമാണ്. അതായത് നമ്മളുടെ വന്ധ്യകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയാ പ്രസവമൊക്കെ നിർത്തുന്നതൊക്കെ ഇല്ലേ, അതൊക്കെയാണ്. അപ്പൊ അത്തരം ദിവസങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് കൂടിയുണ്ട്. അത്തരം ദിവസങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ റെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ആണുങ്ങൾക്കാണെങ്കിൽ അപ് ടു, പുരുഷന്മാർക്ക് അപ് ടു 7 days ആണ്, സ്ത്രീകൾക്കാണെങ്കിൽ അപ് ടു 14 days ആണ് അതിനൊരു ബെനിഫിറ്റ് കിട്ടുക. അത്തരം സിക്നസിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നത് 7 ദിവസം മെയിൽസിനും 14 ദിവസം, അതിന്റെ ഇരട്ടി ദിവസമാണ് 14 ദിവസം വിമനിനാണ്, ഫീമെയിലുകൾക്കുമാണ് കേട്ടോ. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് സിക്നസ് ബെനിഫിറ്റ്, അടുത്തത് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, 3 എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ് കേട്ടോ. 3 ടൈപ്പ് ആണ്. മറ്റേത് ആദ്യത്തെ 2 രോഗമാണ്, മറ്റേത് ഒരു രോഗമല്ല. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് രോഗമല്ല, നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുന്നതാണല്ലോ, ടെർമിനേറ്റ് ചെയ്യുന്നതാണ്, അതാണ് ഉദ്ദേശിച്ചത്. അടുത്തത് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണ്. അറ്റ് ദ റേറ്റ് ഓഫ് വേജസ് ഫോർ എ പീരീഡ് ഓഫ് 180 days, 3 മാസം. അത് സാധാരണ ഉള്ളതാണ്. മെറ്റേണിറ്റി ലീവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, 3 മാസം എന്ന് വെച്ചാൽ ഡെലിവറിക്ക് പ്രീവിയസ് 1 മാസവും ഡെലിവറി പിന്നെ അതിന് ശേഷം 1 മാസം. ഓക്കെ, 3 മാസമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് 180 days കൊടുത്തേക്കുന്നത്, 180 ദിവസം ഇൻ കേസ് ഓഫ് pregnancy and 6 weeks in the event of miscarriage or MTP. മിസ്കാരേജ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, കുട്ടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കണ്ടേ, പക്ഷെ ഇടയ്ക്ക് വെച്ചത് പോയി എന്ന് വിചാരിക്കുക, അതിനെയാണ് മിസ്കാരേജ് എന്ന് വിളിക്കുക. ഓർ MTP എന്ന് പറഞ്ഞ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ഒന്ന് അതിന്റെ ഫുൾ ഫോം എഴുതി വെച്ചേക്കാം കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്രഗ്നൻസിയെ ടെർമിനേറ്റ് ചെയ്ത് വെക്കുക, മാറ്റി വെക്കുക കേട്ടോ, അവസാനിപ്പിക്കുക, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. അത്തരം സാഹചര്യത്തിലോ അല്ലെങ്കിൽ മിസ്കാരേജ് സാഹചര്യത്തിലോ എന്താ പറയാ 6 weeks 6 ആഴ്ചകൾ അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു പീരീഡിൽ അവർക്കൊരു ഇത് എന്താ പറയാ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു അലവൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് കിട്ടുന്നു. ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി ആണെങ്കിൽ അത് 180 days ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ബെനിഫിറ്റുകളാണ്, ESI കൊണ്ടുള്ള ബെനിഫിറ്റുകൾ. അവർക്ക് ഇത് ഈ സമയത്തൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അടുത്തത് ഡിസേബിൾമെന്റ് ആണ്. ഡിസേബിൾമെന്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഏതെങ്കിലും താൽക്കാലികമായിട്ടൊക്കെ ഡിസേബിൾഡ് ആവും. ചിലപ്പോൾ ഒരു കൈയും കാലും ഒക്കെ കുറെ നാളത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ എന്താ പറയാ ഇതായി പോകുമല്ലോ, ഒന്നും അനക്കാനൊന്നും പറ്റാതെ അങ്ങനെ ഡിസേബിൾഡ് ആക്കുകയാണ്. ടെമ്പററി ആയിട്ടാണെങ്കിൽ 90% ഓഫ് വേജസ് ആണ് ഡിസേബിൾമെന്റ് പീരീഡിൽ അവർക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, അവർ വീട്ടിൽ കിടക്കുകയാണ്, അവർക്കൊന്നും അനക്കാൻ പറ്റുന്നില്ല, ഒരു കൈ ഒരു കാലം അനക്കാൻ പറ്റുന്നില്ല, അത് വെച്ചിട്ടാണ് അവർക്ക് ജോലി ചെയ്യേണ്ടത്. അപ്പൊ അത്രയും പീരീഡ് അവർ എത്ര ദിവസമാണ് അവർ അവിടെ കിടക്കുന്നത്, ആ ഡിസേബിൾഡ് പീരീഡ് എത്രയാണോ ആ സമയത്തൊക്കെ അവർക്ക് കിട്ടുന്ന വേജ്, അവർ ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ 1 will be the wage, അവരുടെ വേജ് എത്രയാണോ അതിന്റെ 90% വിൽ ബി പ്രൊവൈഡഡ്, അതിന്റെ 90% കൊടുക്കും. അപ്പൊ 1000 രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ 900 രൂപ കൊടുക്കും. 1000 കിട്ടില്ല, വർക്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ. ഇനി മറ്റൊന്നാണ് എന്താണ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ്. ഫ്യൂണറൽ അതായത് ദ എൽഡസ്റ്റ് സർവൈവിംഗ് നമ്പർ ഈസ് ഗിവൺ എമൗണ്ട് ഓഫ് 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അപ്പൊ മരിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ആ മരിച്ചിന്റെ ബാക്കി സംസ്കാര ശുശ്രൂഷ കർമ്മങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിനു വേണ്ടിയിട്ട് ഒരു 15,000 രൂപ അത്തരം സർവൈവിംഗ് എൽഡസ്റ്റ് ആയിട്ടുള്ള സർവൈവിംഗ് മെമ്പർക്ക് കൊടുക്കും. അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾക്ക് ഒരു 15,000 രൂപ ഫ്യൂണറൽ പർപ്പസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? അതും ഒരു ബെനിഫിറ്റ് ആണ്. മരിച്ചുപോയ ആള്, ജോലിക്ക് ആള് മരിച്ചുപോയി എന്ന് വിചാരിക്കാം, അവർക്ക് ഒരു 15,000 ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് 15,000 രൂപ കൊടുത്തിരിക്കും അവർക്ക് വീട്ടിലേക്ക്. ഇനി മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലല്ല, അല്ലാണ്ട് ഔട്ട്ഡോറിൽ ഏതെങ്കിലും സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ ആവശ്യം വന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ എന്തെങ്കിലും സർവീസസ് ആവശ്യം വന്നു, ഇൻക്ലൂഡിങ് ആംബുലൻസ് സർവീസ് അല്ലെങ്കിൽ ഇൻഡോർ സർവീസസ് എന്തെങ്കിലും പ്രത്യേകം വേണ്ടി വന്നു വിചാരിക്കുക, ഈ പേഷ്യന്റിന് വേണ്ടി, ഇയാൾക്ക് വേണ്ടിയിട്ട് അത്തരം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതിനെയാണ് നമ്മൾ മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് വിളിക്കുക. അതും ഓൾസോ വിൽ ബി പ്രൊവൈഡഡ് അണ്ടർ ESI പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ പറയുന്ന സിക്നസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, 3 സിക്നസ് എന്ന് പറയുമ്പോൾ ഡെയിലി വേജസിന്റെ 70% മാത്രമല്ല 91 days ഇൻ എ ഇയറും അവർക്ക് കിട്ടും. എക്സ്റ്റെൻഡഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ചില പ്രത്യേക അസുഖങ്ങൾക്ക് ആണ്, ട്യൂബർക്കുലോസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് കുറെ ദിവസം നമുക്ക് ദീർഘകാലം വേണ്ടി വരും അത് ക്യൂർ ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ 80% ഓഫ് ദ വേജസും 2 yearsലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും, 2 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. മറ്റേത് 91 days കിട്ടുള്ളൂ.
ഇനി എൻഹാൻസ്ഡ് സിക്നസ് എന്ന് പറയുമ്പോൾ മെയിൽസിനെയും ഫിമെയിൽസിനെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മെയിൽസിനാണെങ്കിൽ അത് എന്താ പറയാ 7 ഡേയ്സും 7 ദിവസവും, മറ്റേ ഫിമെയിൽസിനാണെങ്കിൽ 14 ഡേയ്സുമാണ് സ്റ്റെറിലൈസേഷൻ പീരീഡിൽ അവർക്ക് കിട്ടുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, അപ്പൊ വീട്ടിലായിരിക്കും. അപ്പൊ അവരുടെ വേജസ് എത്രയാണ്? അപ്പൊ 7 ദിവസത്തെ കൂലി അല്ലെങ്കിൽ 14 ദിവസത്തെ കൂലിയൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അതൊക്കെ അതിന്റെ ബെനിഫിറ്റ് ആണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് അതെന്ന് പറയുന്നത് ടെമ്പററി ആണെങ്കിൽ 90% ഓഫ് ദ വേജസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ് കിട്ടുന്നതാണ്. മെഡിക്കൽ ബെനിഫിറ്റ് മെഡിക്കൽ കവറേജ് ആണ്. ഔട്ട്ഡോർ എന്താ പറയാ സർവീസസ്, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ ട്രീറ്റ്മെന്റുകൾ, ഇൻഡോർ ട്രീറ്റ്മെന്റുകൾ, അതുപോലെ ആംബുലൻസ് സർവീസ്, ഇതിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ട് എന്തൊക്കെയാണെങ്കിൽ അതിനും ബെനിഫിറ്റ് കിട്ടുന്നതാണ്. അപ്പൊ ഇതാണ് ESIയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റുകളെല്ലാം തന്നെ. നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യം നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണ്, എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഷുഡ് ഹാവ് ടു കോൺട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ദർ വേജസ്. അല്ലെ, വേജസിനനുസരിച്ച് അവരോട് ഒരു കോൺട്രിബ്യൂഷൻ ESIന് കൊടുക്കണം. എംപ്ലോയറും കൊടുക്കും, എംപ്ലോയിയും കൊടുക്കും. അപ്പൊ ഞാൻ ആണ് ഈ ഇവിടുത്തെ ഒരു വർക്കർ, ഞാൻ എംപ്ലോയി, ഞങ്ങളുടെ എംപ്ലോയർ ഞങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഒന്നുണ്ട്, നമ്മളുടെ വേജിന്റെ ആണ് കേട്ടോ. എനിക്ക് കിട്ടുന്ന വേജിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആണ്. എന്റെ വേജിന്റെ ഇത്ര പെർസെന്റേജ് 3.25% എംപ്ലോയർ അടയ്ക്കണം, എന്റെ വേജിന്റെ 0.75% എംപ്ലോയിയും അടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും? അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിൾ സഹിതം അവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. Let's say the calculated wages as per the ESI Act 1948 is INR 20,000. Then the contributions will be calculated using ESI calculation formula as below. താഴെ തന്നിരിക്കുന്ന രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കിയേ. ഒരാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് INR നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ നാഷണലൈസ്ഡ് ആയിട്ടുള്ള റുപ്പിയാണ്. അതിന്റെ എമൗണ്ടിൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്നത് ഒരു ഇന്റർനാഷണൽ ഇതാണ് റേറ്റ് ആണ്. എമൗണ്ട് INR ഫുൾ ഫോം വഴി നമ്മൾ അവിടെ എഴുതി വെച്ചേക്കാം. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ INR, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്ന് എഴുതി വെച്ചേക്കാം INR മുകളില്. അപ്പൊ അത് 20,000 ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ 20,000 ഇൻറ്റു 3.25/100 ചെയ്താൽ മതി. എംപ്ലോയിയുടെ കണ്ടുപിടിക്കാൻ 20,000 ഇൻറ്റു 0.75/100 ചെയ്താൽ മതി. പെർസെന്റേജിന്റെ ആണോ 100 തന്നെ കിട്ടുമെന്ന് നോക്കിയാൽ നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിലൊന്ന് കുത്തി നോക്കിയേ. 650 150 കിട്ടിയിട്ടുണ്ടോ നോക്കിയേ. അവർ ചെയ്തേക്കുന്നത് ശരിയാണോ? അങ്ങനെ രണ്ടും കൂടി ചേർന്നാണ് ടോട്ടൽ ആ ഒരാളുടെ പേരിൽ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് 800 ആണ്, 800 രൂപ. എക്സാമിനൊക്കെ ഉണ്ടാവട്ടെ അത് എങ്ങനെയാ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും എന്നൊന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഒക്കെ തന്നു കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്. 20,000 20,000 ഇൻറ്റു 3.25/100 എംപ്ലോയിയുടേത് 20,000 ഇൻറ്റു 0.75/100 കിട്ടിയോ? 650 150 കിട്ടിയോ നോക്കിയേ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. അതൊക്കെ അറിയായിരിക്കും. 20,000 ഇൻറ്റു എന്നാണ് സ്റ്റാർ ഇട്ടിരിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലായതുകൊണ്ട് അങ്ങനത്തെ ഇൻറ്റു ആണ് വരിക. 3.25. അശ്വിനിക്കും അവർമ്മയ്ക്കും കിട്ടിയോ? കിട്ടി. അശ്വിനി ഓണാക്കി വെച്ചിട്ട് പോയിട്ടാണോ? ഓക്കെ, കിട്ടി. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ. അപ്പൊ ESIയില് ഹൗ ടു കാൽക്കുലേറ്റ് ദ കോൺട്രിബ്യൂഷൻ ബൈ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് കണ്ടേ. ഒരു എക്സാമ്പിളാ തന്നിരുന്നത്. 20,000 INR എന്ന് വെച്ചാൽ വേജസ് വാങ്ങിക്കുന്ന ഒരാളുടെ അയാൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയറും എംപ്ലോയിയും കൂടി എത്ര കോൺട്രിബ്യൂഷൻ അടയ്ക്കണം ടു അവൈൽ ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ ആ സ്കീമില് പങ്കാളിയാവാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് അനുഭവിക്കണമെങ്കിൽ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം ആദ്യം. 20,000 ഇൻറ്റു ആ പോയിന്റ് 3.25%. അതുപോലെ എംപ്ലോയിയും കൊടുക്കണം. ഒരാൾ മാത്രം അടച്ചിട്ട് കാര്യമില്ല, രണ്ടുപേരും അടയ്ക്കണം. അങ്ങനെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരെ. അപ്പൊ 650 പ്ലസ് 150 കൂട്ടി കഴിയുമ്പോൾ 800 rupees ആണ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ വരിക. ഓക്കെ, ഓക്കെ. നമ്മള് ഇന്ന് ESI
പിന്നെ അതിന്റെ തൊട്ട് മുകളില് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. ESIയില് ഒരുപാട് നിങ്ങൾക്ക് വായിച്ചു നോക്കാണ്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്, പഠിക്കാനുള്ളതുണ്ട്, ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരിക. നാളെ നമുക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്. അടുത്ത ടോപ്പിക് തുടങ്ങി നാളെ ഞാൻ എടുക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കുറെ ആൾക്കാരെ കാണാത്തത് കൊണ്ട് നമുക്ക് പ്രീവിയസ് ക്ലാസ്സിൽ എന്തെടുത്തു എന്നുള്ളത് കുറച്ചൊന്ന് പറഞ്ഞു പോയിട്ട് പുതിയ ക്ലാസ് തുടങ്ങാൻ പറ്റുന്നുള്ളൂ. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തോട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കുറച്ച് ബിഗിനിങ്ങിലുള്ള കാര്യമൊക്കെ ഒന്ന് ഇങ്ങനെ പറഞ്ഞു പോകേണ്ടി വരിക. പരമാവധി എല്ലാവരും ക്ലാസ്സിലൊക്കെ പറ്റാവുന്ന രീതിയിലൊക്കെ കയറാനായിട്ട് നോക്കാം. ചില അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്ത ദിവസം നാളെ കാണാം. ഓക്കെ, നാളെ എല്ലാവരും ഉണ്ടാവണേ. See you. Okay, thank you. ഓക്കെ മാം, താങ്ക് യു. Okay, bye.